നമ്മൾ ഓരോ മാസങ്ങളിൽ ചിന്തിച്ചു വരുന്ന വിഷയങ്ങളുണ്ട്. അതെല്ലാം ഇച്ചിരി സ്കിപ്പായി കിടക്കുകയാണ്. എങ്കിലും ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ തുടങ്ങിയ ആ ഒരു വിഷയം 7 സഭകൾക്കുള്ള ദൂത്. സ്തോത്രം. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ജൂൺ മാസം ജൂലൈ മാസത്തിൽ ആ വിഷയമാണ്. പക്ഷേ അതിൽ നമുക്ക് എല്ലാ വിഷയങ്ങളും എടുത്തു പോകാനുള്ളതായ സാവകാശങ്ങൾ നമ്മുടെ മുന്നിലില്ല. എങ്കിലും അവസരം ലഭിക്കുന്നതിനനുസരിച്ച് ഞാൻ ഈ വിഷയം എടുക്കും. അതെൻ്റെ ഒരു തീരുമാനമാണ്. കാരണമുണ്ട്. ഞാൻ ഈ വിഷയം അല്ലെങ്കിൽ സഭകൾക്കുള്ള ദൂത് പ്രസംഗിക്കാൻ തീരുമാനിച്ചിട്ട് ഏതാണ്ട് 10 വർഷമായി എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ അത് നടന്നിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. ഞാൻ 10 വർഷത്തിന് മുന്നേ ഈ സഭകൾക്കുള്ള ദൂത് ദൈവസഭയിൽ തുടർച്ചയായി പ്രസംഗിക്കണമെന്ന് വിചാരിച്ചു. എപ്പോഴെല്ലാം തുടങ്ങുമോ അതവിടെ കൊണ്ടങ്ങ് നിൽക്കും. ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്രാവശ്യം പൂർത്തീകരിക്കണമെന്ന് എൻ്റെ ഒരു വിശ്വാസമാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്. സ്തോത്രം. ഓരോ സഭയ്ക്കുള്ള ദൂത് ആ വിഷയത്തെക്കുറിച്ച് അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്കെങ്കിലൊക്കെ എടുത്തു പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചു. കർത്താവിൻ്റെ ദാസനിൽ കൂടെ കഴിഞ്ഞ ആഴ്ചയിൽ അതിനെക്കുറിച്ച് കേൾപ്പാനിടയായി. ഇന്ന് പകൽക്കാലവും സ്തോത്രം ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ അല്പ കാര്യങ്ങൾ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നത് 7 സഭകൾക്കുള്ള ദൂത്. ബുക്കെല്ലാം ഒന്ന് മടക്കി വെച്ചേ, ബൈബിളെല്ലാം ഒന്ന് മടക്കി വെച്ചേ. ഈ 7 സഭകൾ തുടർച്ചയായിട്ട് ആർക്കാ പറയാൻ പറ്റുന്നത്? 7 സഭ. ഫ്രം ദ ചിൽഡ്രൻ എനിബഡി ക്യാൻ സേ ദ 7 ചർച്ചസ് കണ്ടിന്യൂ ഓൺ ദ ഓർഡർ. ചർച്ച് 7 ചർച്ച് ഏതാ ഇനി 7 സഭയെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. ദ 7 ചർച്ചസ് ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ. എനിബഡി? ഓക്കെ, കം ഓൺ ദെൻ. സഹോദരന്മാരും എല്ലാവരും ചോദിച്ചേ, പറഞ്ഞേ എഴുന്നേറ്റ് എന്ന് പറയണം. തെറ്റിയാലും കുഴപ്പമില്ല. ഓ, എഴുന്നേറ്റെന്ന് പറ. പറഞ്ഞേ. എഫെസോസ്, സർദിസ്, സ്മുർന, ലവോദിക്യ, തുയഥൈര. ഓർഡർ തെറ്റി. ഓൾറൈറ്റ്, ഓക്കെ, വെരി ഗുഡ്. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഇത് കറക്റ്റായിട്ട് ഓർഡർ പറഞ്ഞില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങളത് പഠിച്ചുകൊണ്ട് പോരെ. പ്രൈസ് ഗോഡ്. സഭയുടെ 7 സഭകൾക്കുള്ള ദൂത് ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു വേദഭാഗം വായിക്കാം. 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, 10-11 വാക്യം. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദിസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദമിന്റെ പുറകിൽ കേട്ടു. മതി. അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശതനായി. യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ കേൾപ്പാനിടയായി. അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് നമ്മൾ കേൾപ്പാനിടയായി. സ്തോത്രം. ക്രിസ്തു ദൈവനാമ നിമിത്തം പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാൻ താൻ പത്മോസിൽ ഏകനായിരിക്കുമ്പോൾ, ആരാരും ആശ്രയമില്ലാതിരിക്കുമ്പോൾ, ഒറ്റപ്പെട്ട മണ്ഡലത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പാട് തന്നെ ലഭിക്കുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിപ്പാനിടയായത്. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ പത്മോസിൽ താൻ ആയിരുന്നപ്പോൾ കർത്തൃദിവസം വന്നപ്പോൾ എന്താ ഈ കർത്തൃദിവസം എന്ന് പറയുന്നത്? പല വ്യാഖ്യാനങ്ങളുണ്ട്. എങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം കർത്താവിൻ്റെ ഉയർപ്പിൻ ദിനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഉയർപ്പിൻ ദിനം വന്നപ്പോൾ തൻ്റെ ഉള്ള് കത്താൻ തുടങ്ങി. 2 കാര്യങ്ങളാണ് തൻ്റെ ഉള്ള് കത്തത്. 1, ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള ബന്ധത്തിലുള്ള തൻ്റെ കത്തൽ. 2, താൻ വിട്ടുവന്നൊരു സഭയുണ്ട്. എഫെസോസ് താൻ വിട്ടുവന്നൊരു സഭയുണ്ട്. ആ സഭയോടുള്ള ബന്ധത്തിലുള്ള തൻ്റെ ദാഹം. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു മണ്ഡലത്തിൽ ഇരിക്കും അവിടെ പറഞ്ഞിരിക്കുന്നു, കർത്തൃ ദിവസത്തിൽ ഞാൻ എന്തായി? ആത്മവിവശതയിലായി. എന്തു ഈ ആത്മവിവശത എന്ന് പറഞ്ഞാൽ? ആത്മവിവശത പറഞ്ഞു. എന്തു ആത്മവിവശത? പിന്നെ ഇത്രയും നാൾ ബൈബിൾ വായിക്കുന്നതിനാ. എന്തു ആത്മവിവശത? പരിശുദ്ധാത്മാവിൻ്റെ ഓവർവെമിങ്, വലിയ ഒരു പകർച്ച. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വ്യക്തമായി ദൈവികമായ വെളിപ്പാട് കാണത്തക്ക തലത്തിലേക്കുള്ള ഒരാത്മപ്രവാഹത്താൽ തൻ്റെ മേൽ കടന്നു വരുവാനിടയായി. സ്തോത്രം. അങ്ങനെ വന്ന പലരെയും തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നുണ്ട്. ആത്മവിവശതയിലായ പലരെയും കാണും. അപ്പോൾ ഇവിടെ കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മശക്തിയാൽ നിറയാൻ തുടങ്ങി. ആത്മശക്തിയാൽ താൻ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, അവിടെ അവനൊരു ശബ്ദം കേട്ടു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കാണാത്ത ചില കാര്യങ്ങൾ കാണുവാൻ തുടങ്ങി. എപ്പോഴാണെന്നറിയാമോ? ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് ആ ദൈവമക്കൾ ആത്മാവിൽ ശക്തിപ്പെടുമെന്ന് പറയുന്നത്, നീ ആത്മാവിൽ നിറഞ്ഞാൽ സ്തോത്രം, നീ ചിലതൊക്കെ കാണാൻ തുടങ്ങും. നീ ആത്മാവിൽ നിറഞ്ഞാൽ അല്ലയോ സ്തോത്രം, നീ കേട്ടിട്ടില്ലാത്ത ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങും. ആമേൻ, ഹല്ലേലൂയ. ഈ ആത്മ നിറവിനകത്താണ് ദൈവികമായ വെളിപ്പാടുകളെ പ്രാപിക്കാൻ കഴിയുന്നത്. ആത്മ നിറവിലാണ് ദൈവിക ദൂതുകൾ നമുക്ക് ലഭിക്കുന്നത്. ആത്മ നിറവിലാണ് ദൈവ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. സ്തോത്രം. ദൈവമേ സംസാരിക്കണമൊക്കെ നമ്മൾ പറയാറുണ്ട്, ദൈവശബ്ദം കേൾപ്പിക്കണമേ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആത്മാവിൻ്റെ നിറവിനകത്തേക്ക് നീ ഇറങ്ങുമ്പോഴാ യഥാർത്ഥമായ ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നത്. ഇരുന്ന് ദൈവത്തെ ആരാധിച്ച് നോക്കിക്കേ, ഇരുന്ന് ദൈവത്തെ അല്ലെ മഹത്വപ്പെടുത്താൻ നോക്കിക്കേ. നീ കേട്ടിട്ടില്ലാത്ത, നീ കണ്ടിട്ടില്ലാത്ത ചില അനുഭവങ്ങളിലും ആത്മാവിൻ്റെ സംതൃപ്തിയുടെ അകത്തേക്കും നിന്നെ ദൈവം വലിച്ച് ഇറക്കുവാനിടയായിത്തീരും. ഇത് ആത്മ നിറവിൻ്റെ അനുഭവമാണ്. ഇങ്ങനെ ആത്മാവിൻ്റെ നിറവ് പ്രാപിച്ച യോഹന്നാൻ പെട്ടെന്ന് പറയാ, നീ കാണുന്നത്. അപ്പോൾ ആത്മനിറവിൽ എന്ത് ചെയ്തു? ആത്മനിറവ് ആയി കഴിഞ്ഞാൽ നീ കാണും, നീ കാണാൻ തുടങ്ങും. നീ കാണുന്നത് എന്ത് ചെയ്യണം? പുസ്തകത്തിൽ എഴുതുക. ഓക്കെ, അങ്ങനെ ആത്മാവിൽ താൻ കണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ആത്മാവിൽ താൻ കേട്ട കാര്യമാണ് 7 സഭകൾക്കുള്ള ദൂതായിട്ട് യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇതിൻ്റെ 7 സഭകൾക്കുള്ള ദൂതുകൾ നമ്മൾ കോമൺ ആയി ചിന്തിച്ചാൽ, ഈ ഓരോ സഭയ്ക്കും ദൂത് എഴുതുമ്പോൾ ഈ ഓരോ സഭയ്ക്കും പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങൾ ആ സഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ദൂതിനകത്ത് ഒരു ലെറ്റർ എഴുതുമ്പോൾ ആ ലെറ്ററിനകത്ത് ഒരു ഇൻട്രഡക്ഷൻ, അതിൻ്റെ ജനറൽ, അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് പോലെ, ഒരു ബോഡി കൺക്ലൂഷൻ എന്ന് പറയുന്നത് പോലെ, ഈ ഓരോ ദൂത് നമ്മൾ പഠിച്ചാൽ, ഓരോ സഭയ്ക്കുള്ള ദൂത് പഠിച്ചാൽ ഈ ദൂതിനകത്ത് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. എന്താണെന്ന് ഒന്നാമതായി ചിന്തിച്ച് നോക്കിയാൽ അവിടെ കാണുന്നു, ആർക്കാണ് ദൂത്. ഇനി എഫെസ് ലേഖനത്തിലെ രണ്ടാമത്തെ തന്നെ നമ്മൾ ആദ്യമായി ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എഫെസ് സഭയ്ക്കുള്ള ദൂത. ഓക്കെ, എഫെസ് സഭയ്ക്കുള്ള ദൂത 2-ാം അധ്യായത്തിലേക്ക് വന്നേ. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. എഫെസോസ് സഭയ്ക്കുള്ള ദൂതൻ എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ഓക്കെ, അവിടെ നിൽക്കട്ടെ. സ്തോത്രം. നമുക്ക് താഴോട്ട് വരാം. അപ്പോൾ ഇവിടെ പ്രാരംഭമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആർക്കാണ് ഈ ദൂത് എഴുതുന്നത് അല്ലേ? അവിടെ പറയുന്നുണ്ട്, എഫെസോസ് സഭയുടെ ദൂതൻ എഴുതുക അല്ലേ? സ്തോത്രം. സഭയുടെ ദൂതൻ എഴുതുക. 2-ാം അധ്യായം 8-ാം വാക്യം വായിച്ചേ, തുടക്കം മാത്രം. സ്മുർനയിലെ സഭയുടെ ദൂതൻ എഴുതുക. 12-ാം വാക്യം വായിച്ചേ. പെർഗമുസിലെ സഭയുടെ ദൂതൻ എഴുതുക. ഓക്കെ, അടുത്തത് 3-ന്റെ 1-ാം വാക്യം വായിച്ചേ. 2-ന്റെ 18 വായിച്ചേ. തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക. ഓക്കെ, അടുത്തത് സർദിസിലെ സഭയുടെ ദൂതൻ എഴുതുക. അങ്ങനെ ഓരോ സഭയെ നമ്മൾ ചിന്തിച്ചാൽ അവിടെ എടുത്തു പറയുന്നുണ്ട്, സഭയുടെ ദൂതന് എഴുതുക അല്ലേ? ആരാണ് ഈ സഭയുടെ ദൂതൻ? സഭയുടെ ദൂതൻ അവിടെ കൺഫ്യൂഷനായി. സഭയുടെ ദൂതൻ ആരാ? നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ കെ സാമുവേൽ ഇവിടെ പറയാനിടയായി തീർന്നു. സഭയുടെ ദൂതൻ എന്ന് പറയുന്നത് സഭയുടെ അധ്യക്ഷനാണ് അവിടെ പറഞ്ഞു. അപ്പോൾ സഭയുടെ അധ്യക്ഷന് ആണ് ദൂത് കൊടുക്കുന്നത്. അപ്പോൾ ദൂത് കൈമാറുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ദൈവസഭയുടെ അധ്യക്ഷനുള്ളത് ഉണ്ട്. സ്തോത്രം. അപ്പോൾ ഈ ദൂത് ദൈവദാസന്മാരെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ദൂത് മേടിക്കാൻ തക്കവണ്ണം അവരുടെ ജീവിതം അതിന് തക്ക നിലയിലായിരിക്കണം. അങ്ങനെ നമ്മൾ ദൈവവുമായിട്ട്, ദൈവത്തിൻ്റെ അധ്യക്ഷന്മാര് തികഞ്ഞ പ്രാഗൽഭ്യത്തോടെ ദൂത് മേടിക്കാൻ തക്കവണ്ണമുള്ള വിശുദ്ധിയോടെയും ജീവിതത്തോടെയും പ്രാർത്ഥനയോടെയും ജീവിത അനുഭവങ്ങളിൽ നിൽക്കുമ്പോഴാണ് അല്ല ദൈവത്തിൽ നിന്ന് സഭയ്ക്ക് വേണ്ടിയുള്ള ദൂത് ലഭിക്കാനിടയായിത്തീരുന്നത്. സ്തോത്രം. ഇവിടെ നിന്ന് ഒരു പ്രസംഗിക്കാൻ എളുപ്പമാണ്. ഇന്നത്തെ കാലത്ത് പ്രസംഗിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? ഓരോന്നിനകത്തോട്ട് ഗൂഗിളിനകത്തൊക്കെ അടിച്ചു വിടുന്നാൽ 1-ാം തരം പ്രസംഗം കയറി വരും. സ്തോത്രം. ഇന്നും പ്രസംഗിക്കാൻ വലിയ പാടൊന്നുമില്ല. സ്തോത്രം. ഇന്നത്തെ കാലത്ത് ഹല്ലേലൂയ വാക്ചാതുര്യം കൂടെ ഉണ്ടെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ പ്രസംഗിക്കുന്നതും ദൈവത്തിൽ നിന്ന് ദൂത് മേടിച്ച് പ്രസംഗിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് സമയം ചെലവഴിച്ച് പ്രാർത്ഥനയോടെ ഒരു ദൂത് മേടിച്ച് സഭയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം
ദൈവദാസന്, ദൈവത്തിൻ്റെ സഭയുടെ അധ്യക്ഷന്മാർക്കുള്ളതാണ്. ഓക്കെ, ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ആർക്കാണ് എഴുതുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദൂത് ആർക്കാ കൊടുക്കുന്നേ. ദൂത് കൊടുക്കുന്നത് യോഹന്നാനിൽ കൂടെ. ഓക്കെ, എന്നിട്ട് വീണ്ടും പറയാ, ഇനി ദൂത് കൊടുക്കുന്നത് ആരാണ്? ആരാണ് ഈ ദൂത് കൊടുക്കുന്നേ? സ്തോത്രം. നമ്മൾ ഈ ഓരോ അധ്യായങ്ങൾ പഠിച്ചാൽ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും വളരെ വ്യക്തമായി ഇതിനകത്ത് കാണാൻ കഴിയും. ഈ ദൂത് കൊടുക്കുന്നത് സഭയുടെ കോണ്ടക്സ്റ്റ് അനുസരിച്ച് അല്ല ആ യേശുവിനെ ഇവിടെ പരിചയപ്പെടുത്തുക. ഞാൻ പറഞ്ഞതുപോലെ അബ്രഹാം ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ ഹി ഈസ് മൈ പ്രൊവൈഡർ എന്ന് പറയും. ഹല്ലേലൂയ, എന്നെ കരുതനെന്ന് പറയും. ഹല്ലേലൂയ, സ്തോത്രം. അല്ല, സൗഖ്യം പ്രാപിച്ച ഒരു മനുഷ്യൻ പറയും ഹി ഈസ് മൈ ഹീലർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെ അരികിലും ദൈവം പ്രത്യക്ഷപ്പെടുന്നതും ദൈവം സംസാരിക്കുന്നതും അവരുടെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും. ഹല്ലേലൂയ. ഇതിനകത്ത് സ്തോത്രം 150 പേരിരിപ്പുണ്ടെങ്കിൽ 150 പേരോടും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത് ഒരുപക്ഷെ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നിന്റെ അവസ്ഥയും നിന്റെ സാഹചര്യം അനുസരിച്ചാ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന പ്രതിസന്ധിയെ കണ്ടുകൊണ്ട് ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ കഴിയും. നീ ആയിരിക്കുന്ന രോഗത്തെ കണ്ടുകൊണ്ട് അവൻ ഒരു നല്ല ഹീലറായി നിന്നോട് സംസാരിക്കാൻ കഴിയും. നീ കടബാധ്യതയിലാണെങ്കിൽ നിനക്ക് വേണ്ടി കരുതിക്കൊണ്ട് അവന് നിന്നോട് സംസാരിക്കാൻ കഴിയും. സാഹചര്യങ്ങളെ അറിഞ്ഞ ദൈവം സംസാരിക്കുന്നത്. ഇവിടെ എങ്ങനെയാ ദൈവം സംസാരിക്കുന്നത് നോക്കിയേ. സ്തോത്രം. ഒന്നാമതായി എഫെസോസ് സഭയ്ക്ക് പറയുമ്പോൾ ദൈവം ആരാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ടോ എന്ന് പറഞ്ഞിരിക്കുന്നു. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ. അപ്പോൾ എഫെസോസ് സഭയോട് പറയാണ് 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ. സ്തോത്രം. ഇനി സ്മുർന സഭയിലേക്ക് നോക്കിക്കേ. 2-ാം അധ്യായം 8-ാം വാക്യം. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നു മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ദൈവം. ഹല്ലേലൂയ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. അപ്പോ അതിന്റെ 12-ാം വാക്യം വായിച്ചേ. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. സ്തോത്രം. തീരെ സഭയ്ക്ക് 2:18 അഗ്നിജ്വാലയ്ക്കൊത്തവണ്ണം കണ്ണുള്ളവൻ, വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. ഹല്ലേലൂയ. 3-ാം അധ്യായം 1-ാം വാക്യം. 7 ആത്മാവും 7 നക്ഷത്രവും കയ്യിലുള്ളവൻ അരുളി ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സർദീസ് സഭയിൽ സ്തോത്രം ഫിലദൽഫിയ സഭയോട് പറയുന്നത് 3-7 വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുവാനും ആർക്കും അടയ്ക്കാതെ വണ്ണം തുറക്കുവാനും കഴിവുള്ളവൻ അരുളി ചെയ്യുന്നത്. സ്തോത്രം. തീർന്നില്ല. അടുത്ത ഭാഗം ശ്രദ്ധിച്ചേ. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി പറഞ്ഞു. അപ്പോ ഇവിടെ ഓരോ സഭയുടെ അവസ്ഥകളെ മനസ്സിലാക്കി കർത്താവ് സംസാരിക്കുക. അപ്പൊ ദൂത് ആർക്കാണ് കൊടുക്കുന്നത് കണ്ടു. സ്തോത്രം. ആരാണ് ദൂത് കൊടുക്കുന്നത് ശ്രദ്ധിച്ചു. ഇനി ഈ ദൂതിലേക്ക് നമ്മൾ വരാൻ പോകുന്നത്. ഈ 7 സഭകൾക്കുമുള്ള ദൂത് നമ്മൾ പഠിച്ചാൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ ഇതിനകത്ത് എംഫസൈസ് ചെയ്തിട്ടുണ്ട്. ഓരോ ദൂതിനകത്തും എംഫസൈസ് ചെയ്തിരിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങളായിരിക്കും ഓരോ സഭകൾക്കുള്ള ദൂതുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഈ 4 കാര്യങ്ങൾ? 4 കാര്യങ്ങൾ ഇനി എഫെസ് ലേഖനത്തിലേക്ക്, എഫെസ് സഭയ്ക്കുള്ള ദൂതിലേക്ക് വന്നേ. 2:8 2-ാം അധ്യായത്തിലേക്ക് വന്നേ. അവിടെ വായിക്കണ്ട, ഞാൻ 4 കാര്യങ്ങൾ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് ഞാൻ പോകാം. ഒന്നാമത്തെ കാര്യം, ഒരു അഭിനന്ദനം നമുക്ക് അവിടെ കാണാൻ കഴിയും. there is a appreciation or approval. Number 2, there is a accusation, ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു കുറവ് നമുക്ക് കാണാൻ കഴിയും. 3, ഒരു അഡ്മോണിഷൻ അല്ലെങ്കിൽ അനുശാസനം അല്ലെങ്കിൽ വാർണിംഗ് എന്നൊക്കെ പറയും. സ്തോത്രം. 4-മതായി there is a award or promise. ഈ 4 കാര്യങ്ങൾ എല്ലാ സഭയ്ക്കുള്ള ദൂതിനകത്തുമുണ്ട്. 1, ഒരു അപ്രൂവൽ ഉണ്ട്. 2, ഒരു അക്യൂസേഷൻ ഉണ്ട്. 3, ഒരു അഡ്മോണിഷൻ ഉണ്ട്. 4, ഒരു അവാർഡ് ഉണ്ട്. 4 കാര്യങ്ങൾ ഈ ഓരോ ദൂതിനകത്തും കാണാൻ കഴിയും. ഓക്കെ, now we come to the church of Ephesus. എഫെസസ് സഭയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ എഫെസസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പല അർത്ഥങ്ങളുണ്ട്. ആഗ്രഹിക്കത്തക്ക എന്ന് പറയുന്നുണ്ട്, അയഞ്ഞ എന്ന് പറയുന്നുണ്ട്, അഭികാമ്യം എന്ന് പറയുന്നുണ്ട്. പല അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. ഈ സഭയെക്കുറിച്ച് ചുരുക്കമായി ഒന്ന് ചിന്തിച്ചാൽ, അപ്പോസ്തലനായ പൗലോസിനാൽ സ്ഥാപിതമായൊരു സഭയാ എഫെസസ് സഭ.
ഓക്കെ, തൻ്റെ 3-ാം മിഷണറി യാത്രയോടുള്ള ബന്ധത്തിൽ താൻ യാത്രയിലാണ് താൻ എഫെസോസിൽ എത്തുന്നത്. അവിടെ വെച്ച് താൻ യോഹന്നാൻ സ്നാപകന്റെ ചില ശിഷ്യന്മാരെ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം പോകുമ്പോൾ ചരിത്രം കാണാം. തന്റെ ശിഷ്യന്മാരെ കാണുവാനിടയായി. അവിടെ സ്തോത്രം അവരോട് ഉപദേശം പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കടന്നു വന്ന് അവർ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചിട്ട് അവർ മുഴുവനും യേശുവിന്റെ നാമത്തിൽ സ്നാനം പെറ്റു. അതിനുശേഷം ഏതാണ്ട് 3.5 വർഷക്കാലം ഈ സഭയിൽ ഇവിടെ താമസിച്ച് സഭയ്ക്കുള്ള ബുദ്ധി ഉപദേശം അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് കൊടുക്കാനിടയായി. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് പൗലോസ് പിരിഞ്ഞ് ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് എഫേസ്യ ലേഖനം പൗലോസ് എഴുതുന്നത്. ആഫ്റ്റർ 4 years തൻ്റെ മിഷണറി യാത്രയിൽ 3-ാമത്തെ മിഷണറി യാത്രയിൽ എഫെസോസിൽ താമസിച്ച് 3.5 വർഷം താമസിച്ച് താൻ അവരെ ബുദ്ധി ഉപദേശിച്ച് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ട് അവിടുന്ന് വിട്ടുപിരിഞ്ഞ് തൻ്റെ അടുത്ത യാത്ര പുറപ്പെട്ട് താൻ ഒണ്ടവേയിൽ സ്തോത്രം കാരാഗ്രഹത്തിൽ റോമൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഏതാണ്ട് 4 വർഷത്തിന് ശേഷം അവിടെ കിടന്നുകൊണ്ടാണ് എഫേസ്യർക്ക് താൻ ലേഖനം എഴുതുന്നത്. അന്ന് താൻ ലേഖനം എഴുതുമ്പോൾ ഏതാണ്ട് 4 വർഷത്തിന് ശേഷം താൻ ലേഖനം എഴുതുമ്പോൾ ഒരു കുറവും സഭയെക്കുറിച്ച് പറയാനില്ലാത്ത ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന പ്രശംസീയമായ അഭിനന്ദാർഹമായ ഒരു സഭയായിരുന്നു എഫെസസ് സഭ. സ്തോത്രം. അപ്പോ ആ ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? സ്തോത്രം. ഇവിടെ എഫേസ്യർക്ക് ലേഖനത്തിലേക്ക് വന്നാൽ താൻ കൊടുക്കുന്ന ഒത്തിരി ബുദ്ധി ഉപദേശങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. ബുദ്ധി ഉപദേശങ്ങൾ, ഹല്ലേലൂയ, മുന്നറിയിപ്പുകളെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കുറവുകൾ ഇല്ലെങ്കിലും അപ്പോൾ എടുത്തു പറയത്തക്കട്ട പോരായ്മകളൊന്നുമില്ലെങ്കിലും ചില ബുദ്ധി ഉപദേശങ്ങൾ പൗലോസ് സഭയ്ക്ക് കൊടുക്കുന്നുണ്ട്. സ്തോത്രം. പ്രത്യേകിച്ച് 4-ാം അധ്യായത്തിലേക്ക് വന്നാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ വീട്ടിൽ പോയിട്ട് എഫെസ്യ ലേഖനം 4-ാം അധ്യായം കൃത്യമായി വായിക്കണം. വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. അത് എന്നും വായിച്ചാൽ കുഴപ്പമില്ല. അത് നല്ല സഭയ്ക്കുള്ള ഒരു ബുദ്ധി ഉപദേശമാണ്. അന്ന് മാത്രമല്ല ഇന്നുമുള്ള ദൈവമക്കൾക്ക് ആവശ്യമായ ബുദ്ധി ഉപദേശം, എങ്ങനെ ഒരു ദൈവസഭയിൽ ദൈവമക്കളായി ജീവിക്കണമെന്നുള്ളതായ വ്യക്തമായ ബുദ്ധി ഉപദേശം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് വായിക്കണം. അപ്പോൾ ഇവിടെ സഭയ്ക്ക് സ്തോത്രം ബുദ്ധി ഉപദേശം നൽകുന്നുണ്ട്. അപ്പോൾ പല ഭാഗങ്ങളിലും 4-ാം അധ്യായം 1-ാം വാക്യം വായിച്ച് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. വായിച്ചേ. ക്രിസ്തുവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. ഇതെല്ലാം ഉപദേശമാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഇന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധി ഉപദേശം ഇഷ്ടമല്ല. നമ്മൾ ചിന്തിക്കുന്നത് ഈ കുറവൊന്നുമില്ലാത്ത എന്നോട് എന്തിനാ ഈ ബുദ്ധി ഉപദേശം പറയുന്നത്? പക്ഷെ പൗലോസ് അതല്ല ചെയ്തത്. അന്ന് ഒരു കുറവും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് പൗലോസ് ബുദ്ധി ഉപദേശം കൊടുക്കുക. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിലേക്ക് വന്ന 20-ന്റെ സ്തോത്രം 30-31 വാക്യങ്ങൾ വായിച്ചേ. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് സഭയോട് പറയാം, നിങ്ങൾ ഉണർന്നിരിക്കണം. There is a possibility. ഇന്ന് പകൽക്കാലം ദൈവസഭയിൽ നിൽക്കുമ്പോൾ ഓർത്തോണം, ഹല്ലേലൂയ, സ്തോത്രം, ഏത് സമയവും നമ്മെ തെറ്റിക്കുന്ന വൃതൻ എഴുന്നേൽക്കും. ഏത് സമയവും നമുക്കെതിരെ പോരാട്ടമുണ്ടാകും. ഏത് സമയം നമ്മെ തെറ്റിച്ചു കളയാനുള്ള പിശാച് നമ്മുടെ പിറകിലുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ അങ്ങനെ എല്ലാ നിലയിലും വളരെ അഭിമാനമർപ്പിക്കുന്ന ഒരു സഭയായിരുന്നു എഫെസ്യ സഭ. എന്നാൽ 2-ാം തലമുറ വന്നപ്പോൾ, ഒരു ജനറേഷൻ കഴിഞ്ഞപ്പോൾ സ്തോത്രം സഭയുടെ സ്ഥിതിക്ക് മാറ്റം വന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഇത് തന്നെയല്ലേ പെന്തക്കോസ്ത് സഭയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കാലത്ത് പിതാക്കന്മാർക്ക് ലഭിച്ച വിശുദ്ധിയും വേർപാടും ആ ജീവിത അനുഭവങ്ങളും ഇന്ന് എവിടെയാ? എവിടെ നാം എത്തി നിൽക്കുന്നു? എല്ലാത്തിനെയും കോംപ്രമൈസ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ജനറേഷൻ മാറിയപ്പോൾ ഉപദേശത്തിന് അയവോരാൻ തുടങ്ങി. ജനറേഷൻ മാറിയപ്പോൾ പലതും കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ച് 2-ാം ജനറേഷൻ വന്നപ്പോൾ ദൈവം സഭയെ നോക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ സ്തോത്രം അന്നത്തെ ആദ്യം അവർക്കുണ്ടായിരുന്ന ആ സഭയുടെ സ്ഥിതി മാറി. അവരുടെ ആത്മീയ മൂല്യം, ആദ്യകാല ചൈതന്യം, ആദ്യകാല സ്നേഹം എല്ലാം നഷ്ടപ്പെട്ട ഒരു സഭയായി എഫെസോസ് മാറി. സ്തോത്രം. ഒരു കാലത്ത് കുഴവൊന്നുമില്ലായിരുന്നു. പക്ഷേ
ഇവിടെ അതിന് കാരണം എന്താണെന്നറിയാമോ? അങ്ങനെ ആവാൻ കാരണം പൗലോസ് കൊടുത്ത ബുദ്ധി ഉപദേശത്തെ അവഗണിച്ചതാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, നിങ്ങൾക്ക് തരുന്ന ബുദ്ധി ഉപദേശത്തെ അവഗണിച്ചാൽ ഇന്ന് സുഖമായി പോകാൻ കഴിയും. ചില വർഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ അല്ലേ സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബുദ്ധി ഉപദേശത്തെ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ഇപ്രകാരം ബുദ്ധി ഉപദേശത്തെ അവഗണിച്ചതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കുറവുള്ളവയായി കണ്ട സഭയോട് ദൈവത്തിന്റെ ദൂതൻ പറയുന്ന കാര്യമാണ് തുടർന്ന് താഴോട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ദൂത് അരുളി ചെയ്യുന്നത്. 7 വായിച്ചേ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ. മതി, ശ്രദ്ധിച്ചേ. 7 നക്ഷത്രം വലങ്കൈ പിടിച്ച് 7 പൊൻവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ. ഹല്ലേലൂയ. ആരാണ് ഈ 7 നക്ഷത്രം? ആരാണ് 7 പൊൻവിളക്ക്? സ്തോത്രം. ആരാണ് ഈ 7 നക്ഷത്രം? അവിടെ പറഞ്ഞിരിക്കുന്നു, 7 നക്ഷത്രം തന്റെ കയ്യിൽ പിടിച്ച് 7 സഭ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ. സഭ. അല്ലേ സ്തോത്രം. ഇതാരാണെന്ന് പൗലോസ് യോഹന്നാന് മുന്നമേ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. 1-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വന്നേ. അവിടെ പറയുന്നുണ്ട് ആരാണ് ഈ 7 നക്ഷത്രം, ആരാണ് ഈ 7 നിലവിളക്ക്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭയുടെ ദൂതന്മാരാണ്. 7 നക്ഷത്രം 7 സഭയുടെ ദൂതന്മാര്. 7 നിലവിളക്ക് 7 സഭകൾ. 7 നിലവിളക്ക് 7 സഭകൾ. അപ്പോ 7 നിലവിളക്കുകളുടെ നടുവിലാണ് ദൈവം വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അത് കാലഘട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, ഞാൻ അന്നത്തെ ആദ്യത്തെ ക്ലാസ് ഓർപ്പിച്ചതുപോലെ അല്ല സ്തോത്രം, എല്ലാ കാലഘട്ടങ്ങളിലേക്കുമുള്ള സഭയ്ക്കുള്ള ദൂതുകളായി നമുക്കിതിനെ അംഗീകരിക്കാൻ കഴിയുന്നത് കൊണ്ട് ഇന്നും സഭ കർത്താവ് നടകൊള്ളുന്നത് എവിടെയാണെന്നറിയാമോ? സഭയ്ക്ക് നടുവില. സഭയുടെ നടുവിൽ അവൻ വെളിപ്പെട്ടു വരിക. എന്തിനാണെന്നറിയാമോ? സഭയുടെ നടുവിൽ ഓരോ സഭയെയും സുസൂക്ഷ്മം നിരീക്ഷിക്കുവാൻ, വിലയിരുത്തുവാൻ, പരിപാലിക്കുവാൻ. അല്ല സ്തോത്രം, ആ 7 നക്ഷത്രം വലം കൈയുള്ളവൻ സഭയുടെ നടുവിലുണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലം ഓർത്തോണം, സഭ എന്ന് പറയുന്നത് സ്തോത്രം നാം ഓരോരുത്തരുമാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നടുവിൽ കർത്താവുണ്ട്. കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നു, സഭയുടെ നിലവിളക്കുടെ നടുവിൽ നടക്കുന്നവൻ. നടുവിൽ നടക്കുന്നവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവചനം നമ്മൾ പഠിച്ചാൽ കർത്താവ് പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടേക്കുന്നത് എവിടെയാണെന്നറിയാമോ? എവിടെ? നടുവില. നടുവില. സംശയമുണ്ടോ? സ്തോത്രം. 2-ാം അധ്യായം ലൂക്കോസിന്റെ 2:46 വായിച്ചാൽ തൻ്റെ 12-ാമത്തെ ചെറുപ്രായത്തിൽ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ വായിച്ചു. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നത്. ഉപദേശകന്മാരുടെ നടുവിൽ ഇരിക്കുന്നവൻ. അതിന്റെ യോഹന്നാൻ 19-ന്റെ 18-ാം വാക്യം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവനെ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. അല്ലേ സ്തോത്രം. ലൂക്കോസ് 24-ന്റെ 36-ാം വാക്യം വായിക്കുമ്പോൾ 24-ന്റെ 36, ലൂക്കോസ് 24-ന്റെ 36, ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു. സ്തോത്രം. യോഹന്നാൻ 20-ന്റെ 19, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് അവർ കഥ കടച്ച് വാതിലടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നു. സ്തോത്രം. 20-ന്റെ 26, 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്. കണ്ടോ? ശ്രദ്ധിച്ചേ. അവസാനമായിട്ട് നമ്മളോടൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കർത്താവ്. എവിടെ അറിയാമോ? മത്തായി 18-ാം അധ്യായത്തിലെ 26-ാം വാക്യത്തിൽ വന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നു, 2 3 വായിച്ചേ. വേട്ടത് വായിച്ചോ. 18-ന്റെ 26 മത്തിയു ഇല്ലേ? ബാക്കിയില്ലത് അല്ലേ? 18-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. മത്തായിയുടെ ശേഷം 2-3 പേർ എന്റെ നാമത്തിൽ 20. ഓക്കേ. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിലുണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം സാക്ഷാൽ 7 നക്ഷത്രം കയ്യിലുള്ളവൻ
നമ്മുടെ നടുവിലുണ്ട്. ദൈവസഭയ്ക്കകത്ത് നടുവിലുണ്ട്. പോസ്റ്റ്മൂത്ത് സഭയ്ക്കകത്ത് നടുവിലുണ്ട്. ഹല്ലേലൂയ. നമ്മളെ നിരീക്ഷിക്കുവാൻ, നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ സുസൂക്ഷ്മം നോക്കുവാൻ, ഹല്ലേലൂയ, നക്ഷത്രം കയ്യിൽ പിടിച്ചവൻ ഇതിന്റെ നടുവിൽ ഉലാകുകയാണ്. ഹല്ലേലൂയ. ഇത് കാണാൻ നമുക്ക് ഈ ബോധ്യം എപ്പോഴും ഉണ്ടാകണം. നിങ്ങൾ ആരും വന്നില്ലെങ്കിലും ഇതിനകത്ത് ദൈവസഭയ്ക്കകത്ത് ദൈവം വന്നിട്ടുണ്ട്. ആമേൻ. അല്ലയോ, നിങ്ങൾ വരുമ്പോൾ ഇതിന്റെ മധ്യത്തിൽ ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്നത് എപ്പോഴും ചിന്തയിൽ നമുക്കുണ്ടാകണം. നമ്മൾ ഇരിക്കുന്നത് സാക്ഷാൽ അദൃശ്യനായ ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഇത് ദർശിച്ചോണം. ഇതിന്റെ മധ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹല്ലേലൂയ വെള്ളവസ്ത്രം ധരിച്ച, ധൂമവസ്ത്രം ധരിച്ച, അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന യോഹന്നാന്റെ വെളിപ്പാട് പോലെയുള്ള ഹല്ലേലൂയ സ്തോത്രം ഒരു കർത്താവ്, ഹല്ലേലൂയ സ്തോത്രം, കർത്താവായ യേശു ഇതിന്റെ മധ്യത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയാ നീ ആരാധിക്കുമ്പോൾ, നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നീ നന്ദി കർത്താവേ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കാതെ മൗനമായിരിക്കുന്ന ഒരു ദൈവമല്ല. അവൻ ഇതിന്റെ മധ്യത്തിലുണ്ട്. നീ പറയുന്ന സ്തോത്രം കേൾക്കാൻ, നീ പറയുന്ന സ്തുതി കേൾക്കാൻ, നീ പറയുന്ന നന്ദി എന്ന് പറയുന്നത് കേൾക്കാൻ, നിന്റെ ഹൃദയം വേദനിക്കുമ്പോൾ, നിന്റെ ഹൃദയം ഭാരപ്പെടുമ്പോൾ അത് അറിയാൻ കഴിയുന്നവൻ ഇതിന്റെ മധ്യത്തിലുണ്ട്. He is the midst of us. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന കേൾക്കാൻ കഴിയാത്തൊരു ദൈവത്തിലല്ല, വചനപ്രകാരം നമ്മൾ കരങ്ങളെ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്ല 2-3 പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ മധ്യത്തില് എന്റെ ദൈവം വെളിപ്പെട്ട് വരുന്നത്. ഹല്ലേലൂയ. He is in the midst of us. അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. സ്തോത്രം. അപ്പോ ഇവിടെ പറയാ ദൈവത്തിന്റെ ദൂതൻ അരുളി ചെയ്യുന്നത്. ഇനി എന്താ അപ്രൂവല്? അതിന്റെ 1-ാമത്തെ ഭാഗം വായിച്ചേ. കർത്താവ് അപ്രൂവൽ, അവരുടെ അംഗീകാരം എന്താണെന്ന് ശ്രദ്ധിച്ചേ. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. മതി. ശ്രദ്ധിച്ചേ, ഇവിടെ സഭയെക്കുറിച്ച് കർത്താവ് അഭിനന്ദിക്കുകയാണ്. അവരുടെ അവസ്ഥയെ അഭിനന്ദിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്ന അവർക്കൊരു അംഗീകാരമാണ്. കർത്താവിൻ്റെ അഭിനന്ദന വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. അല്പമായ വീഴ്ചയും ന്യൂനതകളും ഒക്കെ ഉണ്ടെങ്കിലും അല്ലേ, അവരെ അതിനെ ശാസിക്കുന്നതിന് മുമ്പ് അവരുടെ നല്ല പ്രവർത്തികളെ ഓർത്ത് കർത്താവ് എന്ത് ചെയ്യുക? അവരെ അഭിനന്ദിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ ആക്ഷേപം കുറവുണ്ടെങ്കിലും നല്ല കാര്യങ്ങളെ എടുത്തു പറയാൻ കർത്താവ് മടിക്കുന്നില്ല. ഇത് നമ്മുടെ പ്രശ്നം എന്താ അറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇല്ലാത്തതും നമ്മൾ അനുകരിക്കേണ്ടതുമായ ഒരു കാര്യമാണ് കർത്താവ് ഇവിടെ കാണിച്ചു തരുന്നത്. കാരണം ഇന്നത്തെ സമൂഹം, നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നല്ല കാര്യങ്ങളെ ഓർക്കാറില്ല. നമ്മൾ ഒരു വ്യക്തിക്ക് 100 നല്ല കാര്യങ്ങൾ ചെയ്തെന്നിരിക്കട്ടെ, ഓർക്കാൻ 100 കാര്യങ്ങളുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു കാര്യം മോശമായി വന്നാൽ നിങ്ങൾ മുന്നേ ഓർക്കുന്ന ഏതായിരിക്കും? നിങ്ങൾ സമ്മതിച്ചല്ലോ. യെസ്. ബാക്കിയും പിറകിൽ ചെയ്ത 100 കാര്യങ്ങളും നിങ്ങൾ മറക്കും. നിങ്ങൾ മറക്കും. മുന്നേ നിങ്ങളോട് ചെയ്ത ഒറ്റ കാര്യം നിങ്ങൾ ഓർക്കത്തില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് മുഴുവനും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വന്ന വീഴ്ചയായിരിക്കും. അത് ഇച്ചിരി കൂടെ മസാലയും കൂടെ ചേർത്ത് അടുത്ത ആളിനോട് പറയും. അല്ലേ? സ്തോത്രം. യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറയുന്നത്. This is what we are. നമ്മളിതാ. പക്ഷേ കർത്താവ് പോരായ്മകളുണ്ട്, പക്ഷേ he never forget. അവൻ മറന്നില്ല. നിന്റെ നല്ല ഗുണങ്ങളെ മറക്കാത്തവനാണ് നമ്മുടെ കർത്താവ്. നീ ചെയ്ത നല്ല കാര്യങ്ങളെ മനുഷ്യൻ മറന്നിരിക്കും. ഇന്ന് നിന്റെ കൂടെ നിൽക്കുന്നവരും നീ 100 കൂട്ടം നല്ല കാര്യം ചെയ്ത് നിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവരും നിന്റെ ഭാഗത്ത് നിന്റെ വാക്കിൽ നിന്ന് ഒരു വീഴ്ച വന്നാൽ പിറ്റേ ദിവസം മാറി നിന്ന് നിങ്ങൾക്ക് കുറ്റം പറയുന്നവരാ മനുഷ്യൻ. അതാ മനുഷ്യൻ. പക്ഷെ കർത്താവ് അത് ചെയ്തില്ല. സ്തോത്രം. ഇവിടെ സഭയുടെ നല്ല കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുക. ഇന്ന് പകൽക്കാലം ഇത് നാം അനുകരിക്കേണ്ടവരാ. ദൈവമക്കളെ, ഒരു കാര്യം, ദൈവമക്കളായിരുന്നെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾക്കിതുവരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു വീഴ്ച വന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ബോധ്യപ്പെടുത്തുക, അല്ലാതെ പഴയത് മറക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ അംഗീകരിക്കാൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുന്നത് സഭയെക്കുറിച്ച് കർത്താവിന് പറയുവാൻ, അഭിനന്ദിക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ 7 കാര്യങ്ങൾ കർത്താവ് എടുത്തു പറയുന്നു. സമയം മുന്നിലെങ്കിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. 1-ാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഐ നോ
യുവർ വർക്ക്. എനിക്ക് നിന്റെ പ്രവൃത്തി അറിയാം. ഹല്ലേലൂയ. നമ്മൾ ഇതിനകത്തിരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. എഫേസസ് സഭയെക്കുറിച്ച് അവരുടെ പ്രവൃത്തി അഭിനന്ദന അർഹമായിരുന്നു. അവരെ അഭിനന്ദിക്കുക കർത്താവ്. ഐ നോ യുവർ വർക്ക്. നിങ്ങളുടെ പ്രവൃത്തി എനിക്കറിയാം. അത് രണ്ട് നിലയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒന്ന്, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തി. രണ്ട്, their attitude. രണ്ട് കാര്യങ്ങളാണ്. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ പിന്നിലുള്ള ഇൻറ്റൻഷനെ കർത്താവ് നോക്കുന്നത്. Whenever you do something, God is seeing the intention behind the things which you are doing. നീ ചെയ്യുന്ന പ്രവൃത്തി. മനുഷ്യൻ എന്താ കാണുന്നത്? ഇൻറ്റൻഷൻ കാണത്തില്ല, പ്രവൃത്തിയെ കാണത്തുള്ളൂ. പക്ഷെ ദൈവം നോക്കുന്നത് എന്താ? ഇൻറ്റൻഷൻ. നല്ല ഉദ്ദേശത്തോടെ നീ ഒരു കാര്യം ചെയ്താൽ അതിനൊരു പ്രതിഫലം നിനക്കുണ്ട്. അതിനൊരു പ്രതിഫലമുണ്ട്. ഇവിടെ സഭയോട് പറയുക നിന്റെ പ്രവൃത്തി. മറു സൈഡിൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഇന്ന് പകൽക്കാലം നിന്റെ പ്രവൃത്തി അവൻ അറിയുന്നു. നമ്മുടെ ഇരിപ്പും നടപ്പും, ഇന്ന് വായിച്ച സങ്കീർത്തനം കേട്ടല്ലോ, അല്ല, നമ്മുടെ ഇരിപ്പും നടപ്പും നമ്മുടെ ചിന്തകളും ഒക്കെ നന്നായിരുന്നു. മനുഷ്യനെ നിന്റെ മുന്നിൽ മറയ്ക്കാൻ പറ്റും. മനുഷ്യന്റെ മുന്നിൽ എന്തും പ്രകടിപ്പിക്കാൻ പറ്റും. ഒരു കാര്യം ഞാൻ പറയാം, കപടം നിലവഴിക്കാത്ത ഒറ്റ സ്ഥലമുള്ളത് ദൈവസന്നിധിയാണ്. കാപട്യം ഹല്ലേലൂയ എവിടെയും എവിടെയും ചെലവാഴും. പക്ഷേ ഇത് ചെലവഴുകാത്ത സ്ഥലമാണ് ദൈവസന്നിധി. ആമേൻ. മനുഷ്യനെ മറിക്കാൻ പറ്റും. ഇതിനകത്ത് ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ ദൈവാത്മാവിനെ ഞാൻ വിളിച്ചു പറയാ, മനുഷ്യനെ മറച്ചു വെച്ചിട്ട് ചിലതൊക്കെ ചെയ്യുന്നവരൊക്കെ ഇതിനകത്തുണ്ട്. ഇതിനകത്തുണ്ട്. ഞാൻ വിരൽ ചൂണ്ടുന്നില്ല, എടുത്തു പറയുന്നില്ല. ദൈവാത്മാവിൽ വ്യക്തമായി ഞാൻ ബോധ്യപ്പെടുത്തുന്നു, മനുഷ്യനെ മറച്ചു വെച്ചിട്ട് ചിലതൊക്കെ ചെയ്തു കൂട്ടുന്നവർ ഇതിനകത്തുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ദൂതാണിത്. സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു ദൂതാണ്. മനുഷ്യനെ മറച്ചു വെച്ചിട്ട് നിന്റെ പ്രവൃത്തി അറിയുന്നവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, അവന്റെ കണ്ണ് നിന്റെ മേൽ പതിഞ്ഞു വന്നാൽ അവന്റെ മുന്നിൽ നിനക്ക് നിൽക്കാൻ കഴിയത്തില്ലെന്ന കാര്യം ദൈവസഭ വ്യക്തികൾ തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. അവന്റെ കയ്യിൽ നിന്ന് മാറ്റാൻ ആർക്കും കഴിയത്തില്ല. കയ്യിൽ വീഴരുത്, കർത്താവിന്റെ കയ്യിൽ വീഴരുത്. ഹല്ലേലൂയ. എന്താണെന്ന് എനിക്കറിയില്ല. ദൈവാത്മാവിനെ ഓർപ്പിക്കുന്നു ഈ ദൂത് സഭയോട് പറയാൻ. ഇന്നും സ്തോത്രം, ഹല്ലേലൂയ, അല്ല സ്തോത്രം, മനുഷ്യന്റെ മുന്നിൽ മാന്യനാണ്, മനുഷ്യന്റെ മുന്നിൽ നീ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നർ ബാക്കിൽ നിന്നുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, ദൈവത്തിന് യോഗ്യമല്ലാത്ത, പ്രമാണത്തിന് നിരക്കാത്ത പ്രവൃത്തി നീ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നോണം. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സ്തോത്രം, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതെങ്കിലും അതിന് തക്കവണ്ണം ഹല്ലേലൂയ തരുന്നൊരു ദൈവമുണ്ട്. ദൈവം നമ്മുടെ പ്രവൃത്തി അറിയുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ഇതിനകത്തിരിക്കുമ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ചെറിയ കാര്യം പോലും കുറിച്ചു വെക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം, എബ്രായ ലേഖനം 6:10 നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കർത്താവ് എടുത്തു പറയുന്നുണ്ട്. എബ്രായ ലേഖനം 6:10. അല്ല സ്തോത്രം, നിന്റെ പ്രവൃത്തി ഹല്ലേലൂയ വായിച്ചേ. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, മനുഷ്യൻ സകലതും മറക്കും. പക്ഷേ ഇന്ന് പകൽക്കാലം നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറക്കുന്നവനല്ല. കർത്താവിന് വേണ്ടി നീ ചെറുവിരൽ അലക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അത് മറന്നു കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. തക്ക സമയത്ത് അതിനൊരു പ്രതിഫലമുണ്ട്. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നീ ഒരു തുള്ളി കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവസ്ഥലം ഒന്ന് മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി ഇതിനകത്ത് വന്ന് ഒരു കസേര പൊക്കിയിട്ടുണ്ടെങ്കിൽ, അത് കാണാതിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. സ്തോത്രം. പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവസഭയ്ക്ക് ചെയ്യുന്നതിനും പ്രതിഫലം ഉണ്ടെന്നേ. നമ്മൾ നിസാരമായി കാണരുത്. ഈ പാ പറക്കുന്നതൊക്കെ നിസാരമല്ല, ഇതിനൊക്കെ ഒരു വിലയുണ്ടെന്നേ, ഇതിനൊക്കെ പ്രതിഫലമുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കൊട്ടാരക്കാരെ TPM കൺവെൻഷൻ പോകണം. പണ്ട് ഇപ്പോഴില്ലേ ഷെഡായത്. സ്തോത്രം. പണ്ട് പന്തലിടുക, അല്ല മുന്നേ പോയി പന്തലിൻ്റെ കാല് കുഴിച്ചിടാൻ ആൾക്കാർ പിടിയായിരുന്നു. കാരണം എന്താ പറയാ, പ്രതിഫലം, അനുഗ്രഹം. സ്തോത്രം, ഹല്ലേലൂയ. കാല് കുഴിക്കുക അത് സാധാരണക്കാരൊന്നും അല്ല, ഭയങ്കര ധനാഠ്യന്മാരാ. ഹല്ലേലൂയ. വാസ്തു അറിയാമായിരിക്കും, വലിയ ധനാഠ്യന്മാരാ. അവരാ വന്ന് കുഴി കുത്തുന്നേ. എന്തിനാണെന്നറിയോ? പ്രതിഫലം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നീ ചെറു വിരൽ നനക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ മറന്നു കളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം.
അതിനൊക്കെ ഒരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിനക്ക് നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. ഐ നോ യുവർ വർക്ക്. നമ്പർ 2, ഐ നോ യുവർ ടോയിൽ. നിന്റെ പ്രയത്നം ഞാൻ അറിയുന്നു. എന്താ ഈ പ്രയത്നം എന്ന് പറയുമ്പോൾ? പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞ സമയമല്ലോ. പ്രവൃത്തിയേക്കാൾ എന്താ? പ്രവൃത്തിയുടെ അടുത്ത ലെവലാ. നീ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അതിനേക്കാളും അടുത്ത ലെവലാ പ്രയത്നം. ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? അപ്പോൾ ആ ഒരു തീഷ്ണതയോടെ നീ പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കരുത്. മറ്റുള്ളവർ ചെയ്തോ ചെയ്തില്ലോ എന്ന് നോക്കിയല്ല നീ പ്രവർത്തിക്കേണ്ടത്. നിനക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ നീ ചെയ്തിരിക്കണം. മറ്റുള്ളവരെ നോക്കരുത്. സ്തോത്രം. ഇതിനകത്ത് നമ്മളൊരു പായെടുക്കുമ്പോൾ അല്ല നോക്കി നിൽക്കുന്ന സഹോദരൻ കാണും, നീ മൈൻഡ് ചെയ്യരുത്. ഹല്ലേലൂയ. സ്തോത്രം. അതാ പ്രയത്നിക്കുക. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അടുത്ത പറയുന്നു, ഐ നോ യുവർ പെർസ്യൂറൻസ്. നിങ്ങളുടെ സഹിഷ്ണുത. സമയം മുന്നിലല്ലോ. സ്തോത്രം. പ്രവൃത്തിയും അധ്വാനവും മാത്രമല്ല, എത്രമാത്രം സഹിഷ്ണുത അല്ലേ? അപ്പോൾ ഇതും കർത്താവ് നോക്കുന്നുണ്ട്, നമുക്ക് എത്രയും സഹിഷ്ണുതയുണ്ടെന്ന്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ക്ഷമയുണ്ടോ? നമുക്ക് സഹിഷ്ണുതയുണ്ടോ? സ്തോത്രം. അടുത്ത് നോക്കണം ക്ഷമയുണ്ടോ എന്ന്. ഹല്ലേലൂയ. ഒരു വിഷയം വരണം, നമുക്ക് ക്ഷമ എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ സഭയുടെ ദൂത് നോക്കിയിട്ട് കർത്താവ് പറയാ, നിന്റെ സഹിഷ്ണുതയെ ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം, സഹിഷ്ണുതയോട് ബന്ധത്തിൽ ഒരു വാക്യമുണ്ട്, അതുകൂടെ ചേർത്തൊന്ന് വായിച്ചിട്ട് പോകാം. 36:10-36. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ എന്തോ വേണമെന്നാ? ആമേൻ. സ്തോത്രം. നമുക്ക് വാഗ്ദത്തം വേണം, പക്ഷേ സഹിഷ്ണുതയില്ല. നമുക്ക് ക്ഷമിക്കാൻ വലിയ പാടാ, പക്ഷേ പ്രതിഫലം വേണം, അനുഗ്രഹം വേണം. വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കണമോ? ക്ഷമ വേണം, സഹിഷ്ണുത വേണം. വേഗത്തിൽ മുന്നോട്ട് പോവാ, സഭയില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത് പറയാ, കൊള്ളരുതാത്തവരെ നിങ്ങൾക്ക് സഹിച്ചുകൂടാത്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? യോഗ്യമല്ലാത്തവരെയൊക്കെ അകറ്റി നിർത്തിയത്. സഭയോട് ദൂരം പറയാ, എല്ലാത്തിനെയും ചേർത്ത് പിടിച്ച് പോയെന്നല്ല പറഞ്ഞേ, സഭയ്ക്കും ദൈവത്തിനും യോഗ്യമല്ലാത്തവരെയൊക്കെ മാറ്റിവെച്ചത്. ഹല്ലേലൂയ. അന്നത്തെ ആ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നടക്കുമെന്ന് അറിയത്തില്ല. സ്തോത്രം. ആമേൻ. ആ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് വേറെ സഭ ഉണ്ടല്ലോ. സ്തോത്രം. ഇവിടെ ചെറിയൊരു വിഷയം മതിയല്ലോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പിടിക്കാൻ. അത് നമ്മൾ എങ്ങനെ ആയിപ്പോയി. പക്ഷെ ഒരു കാലത്തുണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ചെറിയ മിസ്റ്റേക്ക്. പണ്ടത്തെ കാലത്തായിരുന്നു സാധനം ഉണ്ടായിരുന്നു. എന്തുവാ? മൂക്കുപിടി. അറിയില്ലേ? ഈ മൂക്കുപിടി വലിച്ചവരെ സഭയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. ഒരുത്തൻ ആപത്തതി ഒരു പുക വലിച്ചു കഴിഞ്ഞാൽ അവനെ സഭയ്ക്കെടുത്ത് പുറയിരുത്തും. സ്തോത്രം. സഭയെ മുടക്കും. 3 മാസത്തേക്ക് സാക്ഷ്യം പോലും പറയിപ്പിക്കത്തില്ല, എഴുന്നേൽപ്പിക്കത്തില്ല. ഇന്നോ ഇതാ സഭയെക്കുറിച്ച് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത്, കൊള്ളരുതാത്തവരെ നീ സഹിച്ചത്, മാറ്റിവെച്ചത്. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ മനസ്സിലാക്കണം, ദൈവസഭ എന്ന് പറയുന്നത് കർത്താവ് എല്ലാം നോക്കുന്നതാ. സഭ സഹിച്ചുകൂടാത്തതെ മാറ്റിവെച്ചത് ഞാൻ കാണുന്നു. മുന്നോട്ട് പോട്ടെ. സ്തോത്രം. ചിലർ അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ അത് കണ്ടുപിടിച്ചത്, നിങ്ങൾ കണ്ടുപിടിച്ചത്, അവർക്ക് അങ്ങനെ ഒരു കൃപയുണ്ടായിരുന്നു. കാപട്യം ചെലവഴിക്കാൻ പറ്റാത്തൊരു സ്ഥലം, ദൈവവിളിയും കാഴ്ചപ്പാടും വിളിയും ഇല്ലാതിരിക്കെ ഉണ്ടെന്ന് അഭിനയിച്ച സഭയിൽ കയറി വരുമ്പോൾ അതിനെ വിവേചിക്കുന്ന ഒരു സഭയായിരുന്നു എഫേസ സഭ. ഇതൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ മണിക്കൂറുകൾ വേണം, സമയമില്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സഭയുടെ പ്രത്യേകത മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ കർത്താവ് ഏറ്റവും അധികം വെറുക്കുന്ന ഒരു കാര്യമാണ് കാപട്യം. എന്നാൽ സ്തോത്രം, നമുക്കൊരു കാര്യമുണ്ട്, നമ്മുടെ മധുരവാക്കുകളും ചക്കരവാക്കുകളും കൊണ്ട് മനുഷ്യനെ ആകർഷിക്കാൻ പറ്റും. വാക്ചാതുര്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നിന്റെ കാപട്യം ചെറവാകാത്ത സ്ഥലമാണ് ദൈവസന്നിധി. ഹല്ലേലൂയ. തിരിച്ചറിയണം. ഇവിടെ സഭയോട് പറയാ, ഞാൻ അതറിയുന്നു. എന്നിട്ട് പറയാ, കർത്താവിനായി നീ സഹിച്ചത്, കർത്താവിനായി സഹിച്ചത് എന്ന് പറയുന്നു. എന്നിട്ട് വേഗത്തെ 7ാമത്തെ കാര്യം, തളർന്നു പോകാതിരുന്നത്. ഓക്കെ, നിന്നെ തളർന്നു പോകുന്ന ഒത്തിരി വിഷയങ്ങൾ വന്നിട്ടുണ്ട്. സഭയാ, എഫേസ സഭയാ, അന്നത്തെ സഭയാ, തളർത്തുന്ന ഒത്തിരി വിഷയങ്ങൾ വരും. പക്ഷേ നീ എന്നിട്ടും തളർന്നില്ല. നിന്നെ ക്ഷീണിപ്പിക്കുന്ന പ്രശ്നങ്ങൾ കയറി വന്നു, നീ ക്ഷീണിച്ചില്ല. ഇതൊക്കെ കർത്താവ് കാണുന്നേ, ഇതൊക്കെ കർത്താവ് കാണുന്നു.
ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ഞായറാഴ്ച രാവിലെ എങ്ങനെയെങ്കിലും പോകുന്ന വഴിക്ക് വന്നൊന്ന് കയറി ഒന്ന് ആരാധിച്ചിട്ട് അല്ലെങ്കിൽ കയറി ഒന്ന് പങ്കെടുത്ത് തല കാണിച്ചിട്ട് പോയാ. നോ, കർത്താവ് കാണുന്നു. നിന്റെ ഉദ്ദേശം എന്താണെന്ന് കർത്താവ് അറിയുന്നുണ്ട്. നിക്കുലോരുടെ ഉപദേശം നീ വെറുത്തു. സമയം പോകുന്നു, പെട്ടെന്ന് പോകുക. അവിടെ നിങ്ങളുടെ ഉപദേശം എന്ന് പറഞ്ഞേ, ഈ നിക്കുലോരുടെ ഉപദേശം എന്താണെന്ന് വചനത്തിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും പല കാര്യങ്ങളുണ്ട്. അതിനെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, മനുഷ്യൻ്റെ ജഡാഭിലാഷത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ ലജ്ജിക്കേണ്ടതില്ല എന്ന് അവകാശവാദം ഉന്നയിച്ച ഒരു ഗ്രൂപ്പിലാണ് നിക്കുലോര്. അതായത് വിശുദ്ധിയും വേർപാടുമില്ലാതെ സഭയ്ക്കകത്ത് എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടാമെന്ന് ചിന്തിക്കുന്നവരായിരുന്നു നിക്കുലോവർ. കർത്താവ് പറയാം, അവൻ്റെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, നിങ്ങൾ വെറുത്തു. സ്തോത്രം, ഹല്ലേലൂയ. മാത്രമല്ല, ലോക പ്രമാണങ്ങളും കൂടി ഇഴുകിച്ചേർത്ത് സഭയ്ക്കകത്ത് കൊണ്ടുപോകുന്ന രീതിയാണ് നിക്കുലോവരുടെ. ഇതിനെ സഭ വെറുത്തു. അവർ പറയാ, കർത്താവ് പറയാ, നീ അതിനെ വെറുത്തത് ഞാൻ അറിയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. വേഗത്തിൽ അടുത്ത ഭാഗം കൂടെ പറയാം, ഞാൻ പറഞ്ഞു നിർത്താം. അക്യൂസേഷൻ, അവരെക്കുറിച്ചൊരു ആക്ഷേപമുണ്ട്. ഇത്രയും നല്ല ഗുണങ്ങൾ കർത്താവ് സഭയോട് പറയുമ്പോൾ ഒറ്റ കാര്യം കർത്താവ് പറയുക, എങ്കിലും ഒരു കുറവ് നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഹല്ലേലൂയ. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. ഇവിടെ പ്രശ്നം എന്താ അറിയാ, നമുക്ക് ആദ്യത്തെ ഭാഗം കേൾക്കാൻ ഭയങ്കര ഇഷ്ടം, പക്ഷേ കുറവ് പറയരുത്. എത്ര പേർക്ക് കുറവ് പറയുന്ന ഇഷ്ടമാണ്? ഇതിനകത്ത് ചിന്തിച്ചു നോക്കി. കുറവ്, നിങ്ങളുടെ കുറവ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ആമേൻ. അതിനെ ന്യായീകരിക്കാൻ നമ്മൾ ശ്രമിക്കുമോ? നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് അങ്ങ് ഇഷ്ടമാണെന്നാ. എനിക്കറിയാം എത്ര പേർക്ക് ഇതിനകത്ത് ഇഷ്ടമാണ്. ഞാനിത് ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കല്ലേ, കുറേ നാൾ കൊണ്ട് നിങ്ങളെല്ലാവരും കാണുന്നതല്ലേ. സ്തോത്രം. നമുക്ക് പലപ്പോഴും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ കുറവ് പറയുക എന്നുള്ളത്. അതിന് നമ്മൾ അംഗീകരിക്കാൻ തരാം. പക്ഷേ ഇവിടെ കർത്താവ് പറയുക, ഈ 7 കൂട്ടം ഗുണങ്ങൾ പറഞ്ഞിട്ട് കർത്താവ് പറയുക, ഒരു കുറവ്. ഇവിടെ കോംപ്രമൈസിനൊന്നും ദൈവം തയ്യാറല്ല. ഒരു കുറവ്, സ്തോത്രം, അവിടെ ചൂണ്ടിക്കാണിക്കുക. അവിടുത്തെ പ്രശ്നം എന്താ? ആദ്യ സ്നേഹം പോയി എന്നുള്ളതാ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അന്നുണ്ടായിരുന്ന തീഷ്ണത, ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അന്നുണ്ടായിരുന്ന ആരാധന, ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അന്നുണ്ടായിരുന്ന പ്രാർത്ഥന, ഇത് കുറഞ്ഞുപോയെന്ന്. ഈ സ്നേഹത്തിനകത്ത് ഇതെല്ലാം വരുന്നതാ. സ്തോത്രം. സ്നേഹമുണ്ടെങ്കിലേ ആരാധിക്കാൻ പറ്റത്തുള്ളൂ, സ്നേഹമുണ്ടെങ്കിലേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ, സ്നേഹമുണ്ടെങ്കിലേ വിശുദ്ധിയോടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. നിനക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ നിന്റെ ജീവിതം കാണുമ്പോൾ അറിയാം. ഇവിടെ സഭയോട് പറയാ, ഇങ്ങനൊരു കുറവ് നിനക്കുണ്ട്, നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയി. എന്നിട്ട് പറയാ, നിനക്ക് 10 ഗുണങ്ങളുണ്ടെങ്കിലും ഈ ഒരു കുറവിൻ്റെ പ്രശ്നം എന്തറിയാമോ? ഇത് നിത്യത പോവും. ഈ ഒരു കുറവ് കൊണ്ട് എന്ത് സംഭവിക്കും? അപ്പൊ 10 നല്ല കാര്യങ്ങളുണ്ട്, കോംപ്രമൈസ് ചെയ്യാന്ന് കർത്താവ് ഇത് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആ വാക്കും കൂടെ പറഞ്ഞു നിർത്തുക. കർത്താവ് പറഞ്ഞ കാര്യമുണ്ട്, സ്തോത്രം, ഈ കുറവ് നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, നീ മടങ്ങി വന്നില്ലെങ്കിൽ, ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. ഞാൻ നീക്കിക്കളയും. ഇവിടെ പറഞ്ഞിരിക്കുന്നു, സ്തോത്രം, റിമെമ്പർ, റിപ്പന്റ് ആൻഡ് റിപ്പീറ്റ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ തയ്യാർ. ഏതിൽ വീണിരിക്കുന്നെന്ന് ഓർക്കുക, എന്താണ് നഷ്ടപ്പെടുന്നത് ഓർക്കുക, മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. അവസാനം മുന്നറിയിപ്പുണ്ട്, വാണിംഗ് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. നീ മാനസാന്തരപ്പെടാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ മടങ്ങി വരും, നിന്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥലത്ത്. അത് മുന്നറിയിപ്പാണ്, വാണിംഗ്. അവസാനത്തെ പ്രോമിസ് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദേശയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം മതി. സ്തോത്രം. ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, കർത്താവ് നമ്മളിലേക്ക് നോക്കുക. ഹല്ലേലൂയ. സാക്ഷാൽ സ്തോത്രം, നിലവിളക്കിന്റെ മധ്യത്തിൽ ഉലാവുന്ന ദൈവം ഇതിന്റെ മധ്യത്തിലുണ്ട്. കണ്ണുകൾ ഒരു നിമിഷം അടയട്ടെ.